അടുത്തിടെയായി നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സഹതാരമായ വിൻസി അലോഷ്യസ് പരാതി നൽകിയിരുന്നു. ഷൈൻ ടോം ചാക്കോ സെറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു വിൻസി താരസംഘടനയ്ക്ക് അമ്മയ്ക്ക് പരാതി നൽകിയത്. എന്നാൽ പോലീസ് അന്വേഷണത്തിന് താൽപ്പര്യം ഇല്ലായിരുന്നു എന്ന് വിൻസി പറഞ്ഞു. സംഘടനയ്ക്കുള്ളിൽ വെച്ച് തന്നെ പ്രശ്നം പരിഹരിക്കാം എന്ന നിലപാടിലാണ് താരം മുന്നോട്ട് വച്ചത്. പിന്നാലെ ഷൈൻ വിഷയത്തിൽ മാപ്പ് പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു. വിൻസിയുടെ പരാതി വലിയ കോളിളക്കമാണ് സിനിമയിൽ ഉണ്ടാക്കിയത്. നേരത്തെ ലഹരി ഉപയോഗിക്കുന്ന താരങ്ങൾക്കൊപ്പം സിനിമ ചെയ്യില്ലെന്ന വിൻസിയുടെ നിലപാടും ശ്രദ്ധ നേടിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഷൈനിനെതിരായ താരത്തിന്റെ ആരോപണവും. ഇപ്പോഴത്തെ വിഷയത്തെ തുറന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വിൻസി അലോഷ്യസ്. സിനിമയിൽ നിന്ന് വിലക്ക് നേരിട്ടോ എന്ന ചോദ്യത്തിന് വിൻസി മറുപടി നൽകുന്നു. പലപ്പോഴും സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി നിന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇനിയും പ്രതികരിക്കാതിരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയപ്പോഴാണ് ഇതിന് തയ്യാറായത് എന്നാണ് വിൻസി പറയുന്നത്. വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോർമുലയും ഉണ്ടായിരുന്നില്ല. തുടക്കകാലത്ത് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി കാത്തിരുന്നു എന്ന് മാത്രം. മിനിമം ഗ്യാരണ്ടിയുള്ള ടെക്നീഷ്യൻ്റെ സിനിമകൾ വരുമ്പോൾ അതെടുക്കും. ഓരോ ഘട്ടത്തിലും എൻ്റെ ഐഡിയോളജികൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തിനനുസരിച്ച് മാത്രമേ നമ്മൾ നടക്കുകയുള്ളൂ, എടുക്കുകയുള്ളൂ. സെറ്റുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒത്തുതീർപ്പാക്കിയാൽ പിന്നീട് അത് ശീലമാകും. പിന്നെ എല്ലായിടത്തും അതുതന്നെയാണ് നടക്കുന്നത്. കുറഞ്ഞ വർഷവും നമുക്ക് അത്രയും പറ്റാതെ ആവുമ്പോൾ പ്രതികരിക്കുക എന്നതാണ് ഇതിലെ കാര്യം. അങ്ങനെ ചെയ്താൽ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എങ്കിലും തോന്നും. എന്നാൽ അതിൻ്റെ പേരിൽ വേറെ പലതും നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് ചിലപ്പോഴൊക്കെ സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ഭീകരമായിട്ടുള്ള എന്നല്ല, ചില ഗ്രൂപ്പുകളിൽ കയറാൻ വേണ്ടിയിട്ട് കണ്ണടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ദിവസം അവസാനിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും സന്തോഷവതി ആയിരുന്നില്ല. നമ്മൾ അടിയറവ് വയ്ക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഇനി സ്വന്തം അഭിമാനം വിട്ട് കളയാൻ എനിക്കെന്നെക്കൊണ്ട് പറ്റില്ല. ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് വലിയ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അതിന് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരിക്കലും വരാൻ ശ്രമിക്കില്ല. അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. സിനിമയിൽ അങ്ങനെ മത്സരം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് വരാൻ വിധിച്ച് എന്തായാലും നമുക്ക് തന്നെ വന്നു ചേരും. അടുത്തിടെ എനിക്കുണ്ടായ ഒരു സംഭവമാണെങ്കിൽ പോലും ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചു. പിന്നെ അത് വൈറലായി എന്ന് വെച്ച് മാധ്യമങ്ങൾ ആഘോഷിച്ചു. ഞാൻ കമൻറ്റുകളാണ് കൂടുതൽ അന്ന് നോക്കിയത്. കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. പിന്നെ ആളുകൾ ഓരോ കാര്യങ്ങൾ അറിയേണ്ടി വന്നു. എൻ്റെ പ്രൈവസി നഷ്ടമായി എന്ന് തോന്നി. സിനിമയിൽ നിന്ന് വിലക്കുകൾ നേരിടേണ്ടി വന്നിട്ടില്ല.